നമുക്ക് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് പഠിക്കുമ്പം ആദ്യം നമുക്ക് പഠിക്കാനുള്ളൊരു ടൈപ്പാണ് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ്. ഈ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു റെസിസ്റ്റൻസ് വയർ ഉണ്ട്. ഈ റെസിസ്റ്റൻസ് വയർ ഇൻസുലേറ്റിംഗ് കോറിന് ചുറ്റും റാപ്പ് ചെയ്യും. അങ്ങനെ ഉണ്ടാക്കുന്ന റെസിസ്റ്ററാണ് വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. സോ റെസിസ്റ്റൻസ് വയർ ഉണ്ട്. റെസിസ്റ്റൻസ് വയർ ഇൻസുലേറ്റിംഗ് കോറിന് ചുറ്റും റാപ്പ് ചെയ്ത് ഉണ്ടാക്കുന്ന റെസിസ്റ്ററാണ് വയർ വൗണ്ട് റെസിസ്റ്റർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് എന്താ? റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത് വയറിൻ്റെ ലെങ്തും അതുപോലെ റെസിസ്റ്റിവിറ്റി, സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയുമാണ്. റെസിസ്റ്റൻസ് നമ്മൾ ഉണ്ടാക്കുന്ന റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഡിസൈഡ് ചെയ്യുന്നത് എന്തുമാത്രം ലെങ്ത് എടുത്തിട്ടുണ്ട്, വയറിൻ്റെ ലെങ്തും അതുപോലെ വയറിൻ്റെ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയുമാണ് റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ റെസിസ്റ്റൻസ് വയർ എന്ന് പറയുന്നത് ഏതൊക്കെ മെറ്റീരിയൽ വെച്ചായിരിക്കും ഉണ്ടാക്കുന്നത്? റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കുന്ന മെറ്റീരിയലാണ് ഒന്നുകിൽ ടങ്സ്റ്റൺ അല്ലെങ്കിൽ മംഗാനിൻ. ടങ്സ്റ്റണോ മംഗാനിനോ വെച്ചിട്ടായിരിക്കും റെസിസ്റ്റൻസ് വയർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓർത്തിരിക്കുക, വയർ വൗണ്ട് റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? അത് സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയും അതുപോലെ ലെങ്ത് ഓഫ് ദി വയറാണ്. ഇനി റെസിസ്റ്റൻസ് വയർ എന്തൊക്കെ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? ടങ്സ്റ്റണും മംഗാനിനും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ നമ്മൾ ഇൻസുലേറ്റഡ് കോറായിട്ട് എന്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്? ഇൻസുലേറ്റഡ് കോറായിട്ട് യൂസ് ചെയ്യുന്നത് പോർസലൈൻ ആവാം, സിമെൻ്റ് ആവാം, അല്ലെങ്കിൽ ജസ്റ്റ് പ്രസ്ഡ് പേപ്പർ ആവാം. ഇൻസുലേറ്റഡ് കോറായിട്ട് യൂസ് ചെയ്യുന്നത് പോർസലൈൻ ആവാം, സിമെൻ്റ് ആവാം, അല്ലെങ്കിൽ പ്രസ്ഡ് പേപ്പർ ആവാം യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നമ്മുടെ റെസിസ്റ്റൻസ് വയർ എടുത്തിട്ട് ഈ ഇൻസുലേറ്റഡ് കോറിന് ചുറ്റും റാപ്പ് ചെയ്യും. റാപ്പ് ചെയ്തിട്ട് ഈ ഹോൾ സാധനം ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനകത്തേക്ക് എൻഗേജ് ചെയ്യും. അതായത് റെസിസ്റ്റൻസ് വയർ എടുത്ത് ഇൻസുലേറ്റിംഗ് കോറിൽ റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. എന്നിട്ട് ഈ ഹോൾ യൂണിറ്റ് ഒരു ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിനകത്തേക്ക് എൻഗേജ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ഫിക്സഡും ആവാം, വേരിയബിളും ആവാം. വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ഫിക്സഡും ആവാം, വേരിയബിളും ആവാം. നമ്മളിത് യൂസ് ചെയ്യുന്നത്, ഈ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ സാധാരണ പറയുന്നത് ഹൈ കറണ്ട് ആപ്ലിക്കേഷനാണ്. ലോ റെസിസ്റ്റൻസ് വേണ്ടുന്ന ഹൈ കറണ്ട് ആപ്ലിക്കേഷൻസിലാണ് നമ്മൾ വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് യൂസ് ചെയ്യാറ്. അപ്പോൾ ഇതിൻ്റെ വാട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്, വാട്ടേജ് റേറ്റിംഗ് 1 വാട്ട് ടു 100 വാട്ടാണ്. വാട്ടേജ് റേറ്റിംഗ് ഓർത്തിരിക്കുക, 1 വാട്ട് മുതൽ 100 വാട്ട് വരെയാണ് വാട്ടേജ് റേറ്റിംഗ് എന്ന് പറയുന്നത്. അതുപോലെ റെസിസ്റ്റൻസ് തീരെ കുറവാണെന്ന് പറഞ്ഞു. റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1 ഓം തൊട്ട് സെവറൽ തൗസൻഡ് ഓം വരെ ആവാം. 1 ഓം മുതൽ സെവറൽ തൗസൻഡ് ഓം വരെ ആവാം. ഇനി 2 വാട്ടോ അതിൽ കുറവോ ഉള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ ഏതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്? 2 വാട്ടോ അതിൽ കുറവോ ഉള്ള ആപ്ലിക്കേഷൻസ് ആണെങ്കിൽ കാർബൺ റെസിസ്റ്റേഴ്സ് ആണ് പ്രിഫർ ചെയ്യുന്നത്. 2 വാട്ടോ അതിൽ കുറവോ ഉള്ള ആപ്ലിക്കേഷനിൽ പ്രിഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏതാ? കാർബൺ റെസിസ്റ്റൻസ്. കാരണം എന്താ? അതൊന്നാമത് ചെറുതാണ്. കാർബൺ റെസിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ചെറുതാണ്. രണ്ടാമത് അതിൻ്റെ കോസ്റ്റ് കുറവാണ്. കാർബൺ റെസിസ്റ്റേഴ്സ് ചെറുതാണ്, കോസ്റ്റും കുറവാണ്. വയർ വൗണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് സ്റ്റേബിൾ റെസിസ്റ്റൻസ് വാല്യൂസ് വേണ്ടിടത്താണ്. ആക്യുറേറ്റ് ആയിരിക്കണം, സ്റ്റേബിൾ റെസിസ്റ്റൻസ് വാല്യൂസ് വേണ്ടിടത്താണ് വയർ വൗണ്ട് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രിസിഷൻ റെസിസ്റ്റർ, നമ്മൾ അമ്മീറ്ററിന് ഷണ്ടായിട്ട് യൂസ് ചെയ്യുന്ന പ്രിസിഷൻ റെസിസ്റ്റർ, അത് വയർ വൗണ്ട് റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രിസിഷൻ പൊട്ടൻഷ്യോമീറ്ററിനകത്തും വയർ വൗണ്ടാണ് യൂസ് ചെയ്യുന്നത്. സോ വയർ വൗണ്ട് റെസിസ്റ്റൻസിനകത്ത് ഓർത്തിരിക്കേണ്ട കാര്യം, റെസിസ്റ്റൻസ് വയറിൻ്റെ മെറ്റീരിയൽ ടങ്സ്റ്റൺ ആവാം, മംഗാനിൻ ആവാം. റെസിസ്റ്റൻസ് ഡിസൈഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ലെങ്ത് ഓഫ് ദി വയറും സ്പെസിഫിക് റെസിസ്റ്റിവിറ്റിയാണ്. അതുപോലെ ഇൻസുലേറ്റഡ് കോർ ഉണ്ടാക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? പോർസലൈൻ ആവാം, സിമെൻ്റ് ആവാം, പ്രസ്ഡ് പേപ്പർ ആവാം. ഇനി പറയുന്നത് എന്താ? 1 വാട്ട് മുതൽ സെവറൽ 100 വാട്ട് വരെ, ഒരു 100 വാട്ട് വരെ ആരെയാണ് യൂസ് ചെയ്യുന്നത്? വയർ വൗണ്ട് റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. 2 വാട്ടിൽ കുറവാണെങ്കിൽ കാർബൺ റെസിസ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. കാരണം സൈസ് കുറവാണ്, കോസ്റ്റ് ലെസ് ആണ്. പ്രിസിഷൻ റെസിസ്റ്റേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത് വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ആണ്. വയർ വൗണ്ട് റെസിസ്റ്റേഴ്സ് ഫിക്സഡും ആകാം, വേരിയബിളും ആവാം. നമുക്ക് അടുത്ത പഠിക്കാനുള്ള ടൈപ്പ് നോക്കാം. അത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററാണ്. നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് ആണ്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ എന്ത് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കുക? പേരിനകത്ത് തന്നെയുണ്ട്, ഫൈൻലി ഡിവൈഡഡ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ്. ഫൈൻലി ഡിവൈഡഡ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഒരു എന്ത് ചെയ്യും?
പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുമായിട്ട് അത് മിക്സ് ചെയ്യും. സോ ഫൈൻലി ഡിവൈഡഡ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ഇത് പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലുമായിട്ട് മിക്സ് ചെയ്യും. ഈ ഇൻസുലേറ്റിംഗ് മെറ്റീരിയലാണ് ബൈൻഡറായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇത് ഏത് റെസിസ്റ്റൻസ് വാല്യൂ ആണോ വേണ്ടത് അതിന് പ്രൊപ്പോർഷണലായിട്ടാണ് മിക്സ് ചെയ്യുന്നത്. സോ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ഉണ്ടാക്കിയേക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഫൈൻലി ഡിവൈഡഡ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇനി എന്ത് ചെയ്യും? ഈ റെസിസ്റ്റർ എലമെൻ്റ് എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റിക് കേസിനകത്ത് എൻഗേജ് ചെയ്യും. റെസിസ്റ്റർ എലമെൻറ്റ് പ്ലാസ്റ്റിക് കേസിനകത്ത് എൻഗേജ് ചെയ്യും. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോപ്പറായിട്ട് ഇൻസുലേഷൻ കൊടുക്കണം, അതുപോലെ മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. സോ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റർ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ എന്താണ്? ഫൈൻലി ഡിവൈഡഡ് കാർബൺ അല്ലെങ്കിൽ ഗ്രാഫൈറ്റ് ആണ്. അതൊരു പൗഡേർഡ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയലിൻ്റെ കൂടെ ബൈൻഡ് ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്യുന്നതാണ് ആർ വാല്യൂ, റെസിസ്റ്റൻസ് വാല്യൂ ഏതാണോ വേണ്ടത് അതിന് വെച്ചിട്ടാണ് ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഡിസൈഡ് ചെയ്യുന്നത്. ഇനി ഈ റെസിസ്റ്റൻസ് എലമെൻറ്റ് ഒരു പ്ലാസ്റ്റിക് കേസിനകത്തേക്ക് എൻക്ലോസ് ചെയ്യും. എന്തിനാണ് ഇങ്ങനെ എൻക്ലോസ് ചെയ്യുന്നത്? ഒന്ന് ഇൻസുലേഷൻ പർപ്പസ് ആണ്, രണ്ടാമത്തത് മെക്കാനിക്കൽ സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ട് എൻഡിലും മെറ്റൽ ക്യാപ്സ് ഉണ്ട്. രണ്ട് എൻഡിലും ഈ കാർബൺ റെസിസ്റ്റൻസ് എലമെൻറ്റിൻ്റെ രണ്ട് എൻഡിലും മെറ്റൽ ക്യാപ്സ് പ്രൊവൈഡ് ചെയ്യും. അതുപോലെ ലീഡ്സ് പ്രൊവൈഡ് ചെയ്യും. ലീഡ്സ് എങ്ങനത്തെ ലീഡ്സാണ്? ടിൻഡ് കോപ്പർ വയറാണ്. ടിൻഡ് കോപ്പർ വയറാണ് ലീഡ്സായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഈ ലീഡ്സിനെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലീഡ്സ്. കാരണം എന്താണ്? രണ്ട് എൻഡിൽ നിന്നും നീണ്ടു വരുന്നതാണ്. അതുകൊണ്ട് ഇവരെ വിളിക്കുന്ന പേരാണ് ആക്സിയൽ ലീഡ്സ് എന്നാണ് വിളിക്കുന്നത്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിന് സാധാരണഗതിയിൽ ബ്രൗൺ സിലിണ്ട്രിക്കൽ ബോഡിയാണ്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് 1 ohm മുതൽ 20 mega ohm വരെയാണ്. കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്റേഴ്സിൻ്റെ റെസിസ്റ്റൻസ് വാല്യൂ 1 ohm മുതൽ 20 mega ohm വരെയാണ്. പവർ റേറ്റിംഗ് എന്ന് പറയുന്നത് 1/10, 1/8, 1/4, 1/2, 1 അല്ലെങ്കിൽ 2 വാട്ട്. പവർ റേറ്റിംഗ് ജനറലി വരുന്ന വാല്യൂസ് 1/10, 1/8, 1/4, 1/2, 1 അല്ലെങ്കിൽ 2 വാട്ട്. അപ്പം റെസിസ്റ്റൻസ് റേഞ്ച് ഓർത്തിരിക്കുക. 1 ohm മുതൽ 20 mega ohm വരെയാണ്. പവർ റേറ്റിംഗ് 1/10, 1/8, 1/4, 1/2, 1 അല്ലെങ്കിൽ 2 വാട്ട് വരെയാണ്. അടുത്ത ടൈപ്പ് പഠിക്കാനുള്ളത് ഫിലിം ടൈപ്പ് റെസിസ്റ്റേഴ്സ് ആണ്. ഫിലിം ടൈപ്പ് റെസിസ്റ്റേഴ്സ് രണ്ട് തരമുണ്ട്. കാർബൺ ഫിലിമും ഉണ്ട്, മെറ്റൽ ഫിലിമും ഉണ്ട്. അപ്പോൾ കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സും ഉണ്ട്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സും ഉണ്ട്. കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് നോക്കാം. ആദ്യം ഒരു ഇൻസുലേറ്റഡ് സബ്സ്ട്രേറ്റ് എടുക്കും. ഈ സബ്സ്ട്രേറ്റിൻ്റെ പുറത്തേക്ക് കാർബണിൻ്റെ ഒരു തിൻ ലെയർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പം കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഒരു ഇൻസുലേറ്റഡ് സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിൻ്റെ പുറത്തേക്ക് തിൻ ലെയർ ഓഫ് കാർബൺ ഡെപ്പോസിറ്റ് ചെയ്യും. ഈ കാർബൺ ഫിലിമിനെ നമ്മൾ എന്ത് ചെയ്യും? സ്പൈറൽ ഫോമിൽ കട്ട് ചെയ്യും. എന്തിനാണ്? അതാണ് റെസിസ്റ്റീവ് എലമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് ഈ കാർബൺ ഫിലിം റെസിസ്റ്ററിനകത്ത് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിനെ നോക്കിയാൽ കുറച്ച് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്നൊക്കെയാണ്? ടോളറൻസ് കുറവാണ്. കാർബൺ ഫിലിം റെസിസ്റ്ററിന് ടോളറൻസ് കുറവാണ്. അതുപോലെ ടെമ്പറേച്ചർ ചേഞ്ചും അതുപോലെ ഏജിങ് എഫക്റ്റും കുറവാണ്. ടെമ്പറേച്ചർ ചേഞ്ച് വരുന്ന അനുസരിച്ച് റെസിസ്റ്റൻസ് വാല്യൂ മാറത്തില്ല. ലെസ് സെൻസിറ്റിവിറ്റി ടു ടെമ്പറേച്ചർ ചേഞ്ച് ആണ്. അതുപോലെ ഇൻറ്റേർണൽ നോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. സോ കാർബൺ ഫിലിം റെസിസ്റ്ററിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇൻറ്റേർണൽ നോയ്സ് ജനറേറ്റ് ചെയ്യുന്നത് കുറവാണ്. അതുപോലെ ടെമ്പറേച്ചർ ചേഞ്ചസിന് സെൻസിറ്റിവിറ്റി കുറവാണ്. പിന്നെ ടോളറൻസും കുറവാണ്. ഇതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സിൻ്റെ. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മെറ്റൽ ഫിലിം റെസിസ്റ്ററാണ്. മെറ്റൽ ഫിലിം റെസിസ്റ്ററിനകത്ത് എന്നാ ചെയ്യുന്നത്? ഇവിടെ ഒരു സിറാമിക് സബ്സ്ട്രേറ്റ് ആണുള്ളത്. മെറ്റൽ ഫിലിം റെസിസ്റ്ററിനകത്ത് സിറാമിക് സബ്സ്ട്രേറ്റ് ഉണ്ട്. ഈ സിറാമിക് സബ്സ്ട്രേറ്റിൻ്റെ പുറത്തേക്ക് മെറ്റലിൻ്റെ ഒരു തിൻ ഫിലിമാണ് സ്പ്രേ ചെയ്യുന്നത്. സോ മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിനകത്ത് സിറാമിക് സബ്സ്ട്രേറ്റ് ഉണ്ട്. സിറാമിക് സബ്സ്ട്രേറ്റിൻ്റെ പുറത്തേക്ക് മെറ്റലിൻ്റെ തിൻ ഫിലിമാണ് നമ്മൾ സ്പ്രേ ചെയ്യുന്നത്. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു സ്പൈറൽ ഫോമിൽ കട്ട് ചെയ്തെടുക്കും. ഈ മെറ്റൽ സ്പൈറലിൻ്റെ ലെങ്തും തിക്നെസ്സും വിഡ്ത്തുമാണ് റെസിസ്റ്റൻസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത്. സോ ഇവിടെ റെസിസ്റ്റൻസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്നത് മെറ്റൽ സ്പൈറലിൻ്റെ ലെങ്തും തിക്നെസ്സും വിഡ്ത്തുമാണ്.
ഇനി മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിൻ്റെ പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വാല്യൂ കൂടുതൽ പ്രിസൈസ് ആയിരിക്കും. കാർബൺ ഫിലിം റെസിസ്റ്ററിനേക്കാളും പ്രിസൈസ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് വാല്യൂ ആണ് ആർക്ക്? മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിന്. കാർബൺ ഫിലിം റെസിസ്റ്റേഴ്സിനേക്കാളും ടെമ്പറേച്ചർ ചേഞ്ചും ഏജിങ് എഫക്റ്റും കുറവാർക്കാണ്? മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിന്. അപ്പോൾ മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സ് പ്രിസൈസ് ആണ്, ടെമ്പറേച്ചർ സെൻസിറ്റിവിറ്റി കുറവാണ്, അതുപോലെ ഏജിങ് എഫക്റ്റും കുറവാണ്. ഇനി ഇൻറ്റേർണലി ജനറേറ്റ് ചെയ്യുന്ന നോയ്സും കുറവാണ്. അപ്പോൾ ഓവറോൾ പെർഫോമൻസ് നോക്കിയാൽ കാർബൺ ഫിലിം റെസിസ്റ്ററിനേക്കാളും ബെറ്റർ ഏതാണ്? മെറ്റൽ ഫിലിം റെസിസ്റ്ററാണ് ബെറ്റർ എന്ന് പറയുന്നത്. മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിൻ്റെ എൻഡ് കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിനേക്കാളും, ഈ മെറ്റൽ ഫിലിം ആണെങ്കിലും കാർബൺ ഫിലിം റെസിസ്റ്റർ ആണെങ്കിലും ഇതിൻ്റെ രണ്ടിൻ്റെയും എൻഡ് ഈ കാർബൺ കോമ്പോസിഷൻ റെസിസ്റ്ററിനേക്കാളും കുറച്ചും കൂടെ വലിപ്പം കാണും, കുറച്ചുകൂടെ വലുതായിരിക്കും. അതുപോലെ മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിനെ കോട്ട് ചെയ്തേക്കുന്നത് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ ഓർ റെഡ് ലാക്കർ അത് വെച്ചിട്ടാണ് കോട്ട് ചെയ്തേക്കുന്നത്. ഇതുകൊണ്ട് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ കിട്ടും. അപ്പം ഈ ഫിലിം റെസിസ്റ്റേഴ്സ്, മെറ്റൽ ഫിലിം റെസിസ്റ്റേഴ്സിനെ കോട്ട് ചെയ്തേക്കുന്നത് ബ്ലൂ, ലൈറ്റ് ഗ്രീൻ ഓർ റെഡ് ലാക്കർ വെച്ചിട്ടാണ് കോട്ട് ചെയ്തേക്കുന്നത്. ഇത് ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ക്ലൈമറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കും. ബോഡി കളർ എന്ന് പറയുന്നത് കാർബൺ ഫിലിം റെസിസ്റ്റർ ആണെങ്കിൽ ടാൻ ആയിരിക്കും. സർഫസ് മൗണ്ട് റെസിസ്റ്ററിൻ്റെ വേറൊരു പേരാണ് ചിപ്പ് റെസിസ്റ്റർ. സർഫസ് മൗണ്ട് റെസിസ്റ്റർ അല്ലെങ്കിൽ ചിപ്പ് റെസിസ്റ്റർ. ഇതെങ്ങനെയാണ് കൺസ്ട്രക്റ്റ് ചെയ്യുന്നത്? ഒരു തിക്ക് കാർബൺ ഫിലിം ഒരു സിറാമിക് ബേസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക ചെയ്യുന്നത്. സോ സർഫസ് മൗണ്ട് റെസിസ്റ്ററിൻ്റെ വേറൊരു പേരാണ് ചിപ്പ് റെസിസ്റ്റർ. കൺസ്ട്രക്റ്റ് ചെയ്യുന്നത് ഒരു തിക്ക് കാർബൺ ഫിലിം സിറാമിക് ബേസിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ എന്താ ചെയ്യുന്നത്? കാർബൺ ഡെപ്പോസിറ്റിൽ ട്രിമ്മിങ് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ കാർബൺ ഡെപ്പോസിറ്റിൽ ട്രിമ്മിങ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതിൻ്റെ എൻഡ് ഇലക്ട്രോഡ് സി ഷേപ്ഡ് ആണ്. അതായത് സർഫസ് മൗണ്ട് റെസിസ്റ്ററിൻ്റെ എൻഡ് ഇലക്ട്രോഡ്സ് സി ഷേപ്ഡ് ആയിരിക്കും. ചിപ്പ് റെസിസ്റ്റേഴ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ടെമ്പറേച്ചർ സ്റ്റേബിൾ ആണ്. ചിപ്പ് റെസിസ്റ്റേഴ്സ് അല്ലെങ്കിൽ സർഫസ് മൗണ്ട് റെസിസ്റ്റേഴ്സ് ടെമ്പറേച്ചർ സ്റ്റേബിൾ ആണ്, അതുപോലെ റഗ്ഡ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമ്മൾ ടൈപ്സ് ഓഫ് റെസിസ്റ്റേഴ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് വേരിയബിൾ റെസിസ്റ്റേഴ്സ് ആണ് നോക്കാനുള്ളത്. താങ്ക്